രക്ഷ പ്രാപിക്കുന്നതിന്റെ രഹസ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി സുബ്രഹ്മണ്യ ശിവന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം. 2. വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ അത്രത്തോളം ജാതിവ്യവസ്ഥ അജ്ഞാതമായ ഒരു ചരിത്രകാലഘട്ടത്തിൽ ഉത്ഭവിച്ചതായിരിക്കണം. അതിനുശേഷം തലമുറകളായി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി അത് ക്രമേണ തിന്മയാൽ മലിനമായി. ഇപ്പോൾ അത് ദുർവൃത്തിയുടെ ദുർഗന്ധം വമിക്കുന്ന ഗുഹയായി മാറിയിരിക്കുന്നു. ഇന്ന് ജാതിവ്യത്യാസങ്ങൾ സ്വഭാവത്തെയോ പ്രവൃത്തികളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ജനനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്നേഹവും അറിവും ഉള്ളവനും വിനയം പ്രകടിപ്പിക്കുന്നവനുമായ ബ്രാഹ്മണനാണ് എല്ലാറ്റിലും മികച്ചവനെന്നതിൽ സംശയമില്ല. ലൗകിക ജീവിതമാണ് ആത്യന്തികവും ഉദാത്തവുമായ സത്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പാതയെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നാം നമ്മുടെ അന്വേഷണം തുടരണം. എല്ലാ മനുഷ്യരാശിയും, തീർച്ചയായും എല്ലാ ജീവജാലങ്ങളും ഒടുവിൽ ബ്രാഹ്മണരായി തീരണം. അപ്പോൾ സത്യയുഗം വരും. ബ്രാഹ്മണനാകുക എന്നത് കേവലം മനുഷ്യരൂപം സ്വീകരിച്ച് ഇപ്പോൾ ബ്രാഹ്മണനെന്ന് വിളിക്കപ്പെടുന്ന ഒരു ജാതിയിൽ ജനിക്കുക എന്നതല്ല. ഒരു ശരീരം ബ്രാഹ്മണ ഗുണങ്ങൾ നേടിയാൽ ആ അവസ്ഥ ബ്രാഹ്മണത്വം നേടിയതായി കണക്കാക്കപ്പെടുന്നു. ഈ ബ്രാഹ്മണത്വം പരമാത്മാവിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നു. ബ്രഹ്മാനുഭൂതി. ധാർമ്മികതയും പ്രവൃത്തികളും ഒരു പരിധിവരെ പാരമ്പര്യത്താൽ നിർണയിക്കപ്പെടുന്നു. അതിനാൽ ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതിവ്യവസ്ഥയുടെ ഒരു ചെറിയ അടിസ്ഥാനമായി പാരമ്പര്യം മാറിയിരിക്കുന്നു.